അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, മുസ്തഫ ഹഫി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 10ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ തസ്കിയത്തുൽ വിൽദാനിന്റെയും വർക്ക് ബുക്കിന്റെയും 6ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഖയ്യിദിൽ ഹവാ ബിഖൈദി തഖ്വ. എന്താ അർത്ഥം? തഖ്വ എന്ന ചങ്ങല കൊണ്ട് മനോ താല്പര്യത്തെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഏത് തെറ്റായ കാര്യങ്ങളും ഏത് തെറ്റായ പ്രലോഭനങ്ങളിൽ പെട്ടാലും തഖ്വ എന്ന സാധനം കൊണ്ട് അതിനെ തടയുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ. പ്രമുഖരായ 2 സ്വഹാബികൾക്കുണ്ടായ സംഭവങ്ങളാണ് പറയുന്നത്. അവർക്ക് തെറ്റിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും തഖ്വ കൊണ്ട് അതിനെ തടഞ്ഞു എന്നുള്ളതാണ്. നമുക്കൊന്ന് വായിക്കാം. ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത ഫാത്തിഹൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് ജേതാവായി കടന്നു വന്നു എന്ന് പറഞ്ഞാൽ വിജയ ശ്രീലതനായി കടന്നു വന്നു. സനത്ത സമാനിൽ ഹിജ്റ 8ാം വർഷം. ഫീ അശറത്തി ആലാഫി മിൻ അസ്ഹാബിഹി 10,000 സ്വഹാബികളുമായി. ഫദഖലന്നാസു ഫീ ദീനില്ലാഹ്. അപ്പോൾ ജനങ്ങൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂട്ടമായി കടന്നു വന്നു. വനഫലു ഐദിയഹും അൻ ഇബാദത്തിൽ ഔസാൻ. വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്നതിനെ തൊട്ട് അവർ പാഠോപേക്ഷിച്ചു. فأراد فضالة بن عمير الليثي قتل النبي صلى الله عليه وسلم وهو يطوف بالبيت. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തവാഫ് ചെയ്യുകയായിരുന്നു. ഫലമ്മാ ദനാ മിൻഹു ഫളാല. നബി തങ്ങൾ അടുത്തെത്തിയപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫളാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫളാലയാണോ? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ. ഖാല, നബി തങ്ങൾ ചോദിച്ചു, മാദാ കുൻത തുഹദ്ദിസു ബിഹി നഫ്സക്. നീ എന്താണ് സ്വയം പെറുപിറുക്കുന്നത്? മനസ്സിലെന്താ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഖാല ഫളാല. ഫളാല പറഞ്ഞു, ലാ ഷൈഅ, ഒന്നുമില്ല. കുൻതു അദ്കുറുല്ലാഹ അസ്സ വജൽ. ഞാൻ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുകയായിരുന്നു. ഫളഹിക നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാല ഇസ്തഗ്ഫിരില്ലാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, നീ അള്ളാഹുവിനോട് പാപമോചനം നടത്തൂ. സുമ്മ വളഅ യദഹു അലാ സദ്രി ഫളാല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫളാലയുടെ നെഞ്ചിൽ കൈവച്ചു. ഫസകന ഖൽബുഹു. അപ്പോൾ ഫളാലയുടെ ഹൃദയം ശാന്തമായി. ഫമാ റഫഅ യദഹു അൻ സദ്രിഹി ഹത്താ സാറ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബ ഖൽഖില്ലാഹി ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫളാലയുടെ നെഞ്ചിൽ നിന്ന് കൈ ഉയർത്തിയപ്പോൾ അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി മാറി. ഫറജഅ ഫളാലതു ഇലാ അഹ്ലിഹി. അങ്ങനെ ഫളാല തന്റെ കുടുംബത്തേക്ക് തിരിച്ചു പോയപ്പോ ഫമറ ബിഇംറഅത്തിൻ കാന യതഹദ്ദസു ഇലൈഹാ. ഫളാലയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ അരികിലൂടെയായിരുന്നു. ഖാലസ്, അവൾ ചോദിച്ചു. ഫഖാലത്ത്, അവൾ പറഞ്ഞു, ഹലുമ്മ ഇലൽ ഹദീസ്, വരൂ, സംസാരിക്കാൻ വരൂ. ഫഖാല ഫളാല ലാ. അപ്പോൾ ഫളാല പറഞ്ഞില്ല, ഇല്ല, സംസാരിക്കാനില്ല. സുമ്മ ബഅസ യഖൂൽ, പിന്നെ അദ്ദേഹം പാടാൻ തുടങ്ങി. ഖാലത്ത് ഹലുമ്മ ഇലൽ ഹദീസ് ഫഖുൽതു ലാ യഅബ അലൈകില്ലാഹു വൽ ഇസ്ലാം. എന്താർത്ഥം? ഖാലത്ത്, അവൾ പറയുന്നു, ഹലുമ്മ ഇലൽ ഹദീസ്, സംസാരിക്കാൻ വരൂ. ഫഖുൽതു ലാ, അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല. യഅബ അലൈകില്ലാഹു വൽ ഇസ്ലാം, നിന്നെ അല്ലാഹു ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. പഴയ സമയത്ത് മുസ്ലിമാകുന്നതിന് മുമ്പ് തന്നെയുമായി സംസാരിച്ചുകൊണ്ടിരുന്ന സ്ത്രീ സംസാരിക്കാൻ വിളിച്ചപ്പോ ഇല്ല, അല്ലാഹു ഇസ്ലാം വിലക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് തഖ്വ കൊണ്ട് ആ പ്രലോഭനത്തെ തടഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാക്കുന്നത്. ഇനി മറ്റൊരു സംഭവം നോക്കൂ. വകാന മർസദ് ഇബ്നു അബി മർസദ് ഗനവി റളിയല്ലാഹു അൻഹു ശദീദൻ ഖവിയൻ. മർസദ് ഇബ്നു അബി മർസദ് ഗനവി റളിയല്ലാഹു അൻഹു തനും മല്ലനുമായിരുന്നു. യഹ്മിൽ ഉസാറ മിൻ മക്കത്ത ഇലൽ മദീനത്തി ലിശിദ്ദത്തിഹി വഖുവത്തിഹി. അദ്ദേഹം തന്റെ ശക്തിയും ആരോഗ്യവും കാരണം തടവുകാരെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചുമന്നിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചുമക്കുന്നു. വകാന ബിമക്കത്ത ബഗിയുൻ യുഖാലു ലഹാ അനാഖ്. അനാഖ് എന്ന പേരുള്ള ഒരു വേശ്യയുണ്ടായിരുന്നു. വകാനത് സ്വദീഖത്തുൽ ലിമർസദിൻ ഫിൽ ജാഹിലിയ. അവൾ ജാഹിലിയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാകുന്നതിന് മുമ്പ് മർസദിന്റെ കാമുകിയായിരുന്നു. വദാത്ത യൗമിൻ,
വഅദ റജുലൻ മിൻ ഉസാറ മക്കത്ത അൻ യഹ്മിലഹു മിൻ മക്കത്ത ഇൽ മദീന. മർസദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു തടവുകാരനെ ചുമക്കുമെന്ന് ഒരു വ്യക്തിയോട് വാഗ്ദാനം ചെയ്തിരുന്നു. ഖറജ മർസദുൻ ലിവഫാഇ വഅദിഹി. അങ്ങനെ മർസദ് തന്റെ വാഗ്ദാനം നിറവേറ്റാൻ പുറപ്പെട്ടു. വഅദാഇ മസ്ഊലിയതിഹി, തന്റെ ഉത്തരവാദിത്തം നിറവേറ്റാനും. ഹത്തന്തഹ ഇലാ ഹായിത്തിൻ മിൻ ഹിത്താനി മക്ക. അങ്ങനെ മക്കയുടെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടത്തിനരികിലെത്തിയപ്പോ വകാന ദാലിക ഫീ ലൈലത്തിൻ ഖംറ, അതൊരു നിലാവുള്ള രാത്രിയായിരുന്നു. ഫഇദാ ഹുവ ബിഅനാഖ്, അവിടെ അനാഖ് ഉണ്ടായിരുന്നു. അബ്സർതുഹു ബിജാനിബിൽ ഹായിത്തി ഫീ ഹാദിഹി ലൈലത്തിൽ ഖംറ, നിലാവുള്ള രാത്രിയിൽ മതിലിനടുത്ത് വെച്ച് അനാക്ക് മർസദിനെ കണ്ടു. ഫഅറഫ്തുഹു, തിരിച്ചറിഞ്ഞു. ഫഖാലത് മർസദ്, അവൾ ചോദിച്ചു, മർസദാണോ? ആല, അദ്ദേഹം പറഞ്ഞു മർസദ്, അതേ മർസദാണ്. ആലസ് മർഹബം വഹ്ല, അവൾ പറഞ്ഞു സ്വാഗതം. ഹലുമ്മ ഫബിത് ഇൻദന അല്ലൈല, വരൂ ഈ രാത്രി നമ്മോടുകൂടെ രാപ്പാർക്കാം. ഫക്കറ മർസദുൻ ഹഖ്ഖ തഫ്കീർ, അപ്പോൾ മർസദ് ശരിയായി ചിന്തിക്കാൻ തുടങ്ങി. വറജഅ ഇലാ നഫ്സിഹി വഅഖ്ലിഹി, തന്റെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും തിരിച്ചുപോയി. ഫുർസത്തുൻ ലഫിറ ബിഹാ ലിൽ ഇൽതിഖാഇ ബിസദീഖതിഹി ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്ത് തന്റെ കാമുകിയെ കണ്ടുമുട്ടിയത് നല്ലൊരു അവസരമാണ്. വൽ ബീഅത്തു മുലായിമത്തുൻ, പരിസരം അനുയോജ്യമാണ്. വല്ലൈലത്തു ഹാദിഅത്തുൻ, രാത്രി ശാന്തമാണ്. വൽ ഹദീഖത്തു ഖാലിയത്തുൻ, തോട്ടം വിജനമാണ്. മാ കാനത് ഹുനാക ഐനുൻ തറാഹുമ, അവരെ കാണുന്ന കണ്ണുകൾ അവിടെയില്ല. വലം യഹ്തജ് ഇലാ ത്വലബിഹാ വൽതിമാസിഹാ, അവൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു ആവശ്യവുമില്ല. ബൽ ജാഅത്തുഹു തുറാവിദുഹു അൻ നഫ്സിഹി, മറിച്ച് അവൾ സ്വയം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരികയാണ് ഉണ്ടായത്. വന്നഫ്സു ത്വായിഖത്തുൻ, മനസ്സ് ആഗ്രഹിക്കുന്നു. വഹവാഹാ ദാഇയത്തുൻ, മനോ താൽപര്യങ്ങൾ ക്ഷണിക്കുന്നു. വലാകിന്നഹു ലം യൽബസ് അൻ യഫ്തിന, പക്ഷേ തന്റെ ബുദ്ധിയും വിവേകവും വീണ്ടെടുക്കാൻ സാധിച്ചു. ഇല അന്നഹുൽ ആൻ മുസ്ലിമുൻ, അദ്ദേഹം ഇപ്പോൾ ഒരു മുസ്ലിമാണെന്ന്. വൽ ഇസ്ലാമു ഖദ് ഹറമ സിന, ഇസ്ലാം വ്യഭിചാരത്തെ ഹറാമാക്കിയിട്ടുണ്ട് എന്ന ചിന്ത അദ്ദേഹത്തിന് വീണ്ടെടുക്കാൻ സാധിച്ചു. ഫഖാല യാ അനാഖ്, അദ്ദേഹം സ്ത്രീയോട് പറഞ്ഞു, അനാഖ്, ഇന്നല്ലാഹ ഹറമ സിന, നിശ്ചയം അല്ലാഹു വ്യഭിചാരത്തെ ഹറാമാക്കിയിട്ടുണ്ട്. സുമ്മ ലമ്മാ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി ഇസ്തഅദനഹു ഫീ നികാഹിഹ, പിന്നീട് അദ്ദേഹം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തെത്തിയപ്പോ അവളെ നിക്കാഹ് ചെയ്യാൻ അനുമതി ചോദിച്ചു. ഫനസലത് ഹാദിഹിൽ ആയ, അപ്പോഴാണ് ആയത്തിറങ്ങിയത്. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കത്തൻ, വ്യഭിചാരിയെയോ അല്ലെങ്കിൽ മുശ്രിക്കത്തായ ബഹുദൈവാരാധനയല്ലാതെ വിവാഹം ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ മർസദ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യാൻ ഒട്ടും അനുയോജ്യമല്ല എന്നർത്ഥം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമർസദിൻ ലാ തൻകിഹ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മർസദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ അവളെ വിവാഹം ചെയ്യരുത്. ഇതാണ് സംഭവം. അപ്പോ വ്യക്തികളിലേക്ക് സാഹചര്യമുണ്ടായിട്ടും അതിനെ പ്രലോഭിപ്പിച്ചിട്ടും ഖുവ എന്ന ആ ചങ്ങല കൊണ്ട് അതിനെ പിടിച്ചു വെച്ചു എന്നുള്ളതാണ്. മർസദ് റളിയല്ലാഹു അൻഹു ഷഹിദ ബദ്റൻ വ ഉഹദൻ, മർസദ് റളിയല്ലാഹു അൻഹു ബദറിലും ഉഹദിലും പങ്കെടുത്തു. വഖുതില യൗമ റജീഇ ഷഹീദ, റജീഇൽ അന്ന് ഷഹീദായി മരണപ്പെട്ടു. എന്താണ് റജീ എന്ന് പറഞ്ഞാൽ? ഹിജ്റ 4-ാം വർഷം സ്വഹാബികൾ ചതിക്കപ്പെട്ട വർഷം. ഇതിനാണ് എന്ത് പറയുന്നത്? യൗമു റജീ എന്ന് പറയുന്നത്. ഫൽ ഈമാനു ബില്ലാഹി, മർസദ് റളിയല്ലാഹു അൻഹു യൗമു റജീഇൽ ഷഹീദായി മരണപ്പെട്ടു. ഫൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അപ്പോൾ അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടുള്ള വിശ്വാസം. ഖദ് റദ്ദ ഫളാലത അൻ മുഹാദസത്തി അശീഖത്തിഹിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് തന്റെ കാമുകിയുമായി സംസാരിക്കുന്നതിനെ തൊട്ട് ഫളാലിയെ തടഞ്ഞു വെച്ചു. വഖദ് മനഅ മർസദൻ അൻ മുബാശറത്തി സ്വദീഖത്തിഹിൽ മുശ്രിക, മർസദ് റളിയല്ലാഹു അൻഹുവിനും തന്റെ മുശ്രിക്കത്തായ കാമുകിയുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിനെയും തടഞ്ഞു. ഫഅലൽ മുഅ്മിനി അൻ യുഖയ്യിദൽ ഹവാ ബിഖൈരി തഖ്വ, അപ്പോൾ മുഅ്മിനായ മനുഷ്യന് നിർബന്ധമാണ് തഖ്വ എന്ന ചങ്ങല കൊണ്ട് മനോ താൽപര്യത്തെ ബന്ധിപ്പിക്കുക എന്നുള്ളത്. തമസ്സികൻ ബിഹബ്ലിൽ ഹുദ,
സന്മാർഗത്തിന്റെ കയറുകൊണ്ട് മുറുകെ പിടിക്കലും മുതജന്നിബൻ സുബുലറിദ തെറ്റായ വഴികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലും ഒരു മുഅ്മിനായ മനുഷ്യന് നിർബന്ധമാണ്. ഇനി നഖറ വായിച്ച് മനസ്സിലാക്കും. മുബാഷറത്തുൻ ബന്ധപ്പെടുക, ഹായിത്തുൻ തോട്ടം, ഖംറാ നിലാവുള്ള ദിവസം, മുതജന്നിബുൻ ഒഴിവാക്കുക, തഫ്കീറുൻ ചിന്ത, ബഗിയുൻ വേശ്യ, അഷീഖത്തുൻ കാമുകി, ഫുർസത്തുൻ അവസരം, ബിഅത്തുൻ പരിസരം, മസ്ഊലിയത്തുൻ ഉത്തരവാദിത്തം, ഹാദിയത്തുൻ ശാന്തം, ഹാദിഅത്തുൻ ശാന്തം, ഖൈദുൻ ബന്ധം, നഫല കുടഞ്ഞു, റാവത തെറ്റായ കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു. യൗമുറജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിജറ 4-ാം വർഷം സ്വഹാബികൾ ചതിക്കപ്പെട്ട ഒരു സംഭവത്തിന് എന്ത് പറയുന്നത്? യൗമുറജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വർക്കൊന്ന് വായിക്കാം. നഖറഉ നഫല യൻഫുദു നഫ്ല്, ദന യദ്നു ദുൻവ്, ഇൻതഹ യൻതഹി ഇന്തിഹാ, അബ്സറ യബ്സരി ബിസാർ, ബാത യുബീതു ബാത യബീതു ബയാത്ത്, ലബിസ യൽബസു ലുബ്സ്. മക്തുബുൽ മാന അർത്ഥം എഴുതുക. ബഗിയുൻ വേശ്യ, മസ്ഊരിയത്തുൻ ഉത്തരവാദിത്തം, ഹായിത്തുൻ തോട്ടം, ഖംറാ നിലാവുള്ള രാത്രി, തഫ്കീറുൻ ചിന്ത, ഫുർസത്തുൻ അവസരം, ബിഅത്തുൻ പരിസരം, ഹാദിഅത്തുൻ ശാന്തമായ, തായിഖത്തുൻ ആഗ്രഹിക്കുന്ന, ദാഇയത്തുൻ ക്ഷണിക്കുന്നത്, അഷീഖത്തുൻ കാമുകി, മുബാശറത്തുൻ ബന്ധപ്പെട്ട, ഖൈദുൻ ബന്ധം, മുതജന്നിബുൻ ഒഴിവാക്കുക. നോക്കൂ, നക്തശിഫ് സിയാഖ് സന്ദർഭം വിരിക്കുക. ആര് ആരോട് ഏത് അവസരത്തിൽ പറഞ്ഞു, ഏത് സന്ദർഭത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. ഒന്ന്, ലാ ഷൈഅ കുൻതു അദ്കുറുല്ലാഹ അസ്സ വജൽ, ഒന്നുമില്ല, ഞാൻ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുകയായിരുന്നു. ആര് ആരോട് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ വധിക്കാനെടുത്തുകൂടിയ ഫലാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞതാണത്. 2, ഹലുമ്മ ഇലൽ ഹദീസ്, സംസാരിക്കാൻ വരൂ. നോക്കൂ, ഫലാൽ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച കണ്ട സ്ത്രീ ഫലാലയോട് പറഞ്ഞതാണത്. 3, യാനാഖ് ഇന്നല്ലാഹ ഹറമ സിന, അനാഖ് ക്ഷയം അള്ളാഹു വിചാരം ഹറാമാക്കിയിരിക്കുന്നു. നോക്കൂ, അനാഖ് എന്ന സ്ത്രീ കൂടെ വരാൻ ആവശ്യപ്പെട്ടപ്പോൾ മർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണത്. 4, ലാ തൻകിഹ, നീ അവളെ വിവാഹം ചെയ്യരുത്. അനാഖിനെ വിവാഹം കഴിക്കാൻ അനുവാദം ചോദിച്ച മർസദ് റളിയല്ലാഹു അൻഹുയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണത്. തഖ്സീസ് അസൈൻമെന്റ് 1, നഖ്തസറുൽ ഖിസ്സതൈനി കുല്ല ഖിസ്സത്തിൻ ഫീ ഫിഖറ, 2 കഥ ചുരുക്കി എഴുതുക. ഓരോ കഥയും ഒരു പാരഗ്രാഫിലാണ് എഴുതേണ്ടത്. 1, ഖിസ്സത്തു ഫളാലത്ത് ബിൻ ഉമൈരിൽ ലൈസി, ഫളാലത്ത് ബിൻ ഉമൈരിൽ ലൈസിയുടെ കഥ എഴുതാനാണ്, ഒരു പാരഗ്രാഫിലാണ് എഴുതേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വിജയിയായി പ്രവേശിച്ചപ്പോൾ തവാഫ് ചെയ്യുകയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ ഫളാൽ ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതിനെ കുറിച്ച് ചോദിക്കുകയും നെഞ്ചിൽ കൈവച്ചുയർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്തു. 2ാമത്തെ കഥ ഏതാണ്? ഖിസ്സത്തു മർസദ് ബിൻ മർസദ് വനവീർ റളിയല്ലാഹു അൻഹു കഥ പാരഗ്രാഫിൽ എഴുതുക. മർസദ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് തടവുകാരെ മദീനയിലേക്ക് രക്ഷപ്പെടുത്താറുണ്ടായിരുന്നു. നിലാവുള്ള രാത്രിയിൽ അദ്ദേഹത്തിന്റെ പഴയ കൂട്ടുകാരി അനാക്ക് അദ്ദേഹത്തെ തെറ്റിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അദ്ദേഹം തന്റെ ഇസ്ലാമിനെ ഓർക്കുകയും അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹു വിചാരം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. 2ാമത്തെ എന്താണ് അവർക്ക്? നുകവ്വിനുൽ ജുമല ബിസ്തിഖ്ദാമി അൽഫാദിൽ ആത്തിയ, താഴെ പറയുന്ന പദങ്ങൾ ഉപയോഗിച്ച് ജുംല ഉണ്ടാക്കുക. ഫതന, അത് വെച്ച് ചെയ്യുക. എന്താണ്? ഫതന ത്വാലിബു ഇലാ അഹ്മിയത്തിൽ വഖ്തി, വിദ്യാർത്ഥി സമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി. നകഹ റജുൽ ഇംറാഅത്തൻ സ്വാലിഹത്തൻ, ആ വ്യക്തി സ്വാലിഹത്തായ സ്ത്രീയെ വിവാഹം ചെയ്തു. തഖയ്യദൽ മുസ്ലിമു ബിഅഹ്കാമിദ്ദീൻ, മുസ്ലിം ദീനിന്റെ നിയമങ്ങൾ നിറവേറ്റി. ഇംബാഥ ഷായിറു ഖൗലി ശിഅരി, കവിതയുടെ വാക്കുകൾ പറയാൻ തുടങ്ങി. കവിതയുടെ വാക്കുകൾ ചൊല്ലാൻ തുടങ്ങി. റാവദത്തിൽ മർഅത്തു അർറജുല അൻ നഫ്സിഹി ഫറഫള, ആ സ്ത്രീ ആ മനുഷ്യനെ തെറ്റിലേക്ക് തെറ്റിലേക്ക് വിളിച്ചപ്പോ അദ്ദേഹം അത് നിരസിച്ചു എന്നാണ് അർത്ഥം. അല്ലാഹു നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.